ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഈദ് സ്പെഷ്യലായിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചിക്കൻ മജ്ബൂസ് എങ്ങനെ ആക്കണം അങ്ങനെ നോക്കാം. നല്ല ടേസ്റ്റ് ആയിട്ട് ചിക്കൻ മജ്ബൂസിൻ്റെ വീഡിയോയിൽ മുന്നേ ഇട്ടിട്ടാണ് ഇത് ഞങ്ങൾക്ക് എല്ലാം ഡിഫറെൻ്റ് ആയിട്ട് ആക്കി നല്ല ടേസ്റ്റ് ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മജ്ബൂസ്. അപ്പോൾ ഇത് ഞങ്ങൾ ഈദ് കാക്കുക അതല്ലെങ്കിൽ നോമ്പുക അത് എപ്പോൾ വേണേ ആക്കിയെടുക്കുക. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ മജ്ബൂസ് ആയിട്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ആക്കാൻ നോക്കൂ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആക്കും ഷെയർ ആക്കും മറക്കണ്ട. അപ്പോൾ ಇದಕ್ಕೆ ನಾನು ಫಸ್ಟಿಗೆ ಕಡಲೆಬೇಳೆ ನೆನೆಸಿಟ್ರೆ ಅವರು ನಂಗೆ ഇങ്ങനെ കയ്യിൽ എടുക്കറല്ലേ കയ്യിൽ ഒരു പിടി എടുക്കറല്ലേ അങ്ങനെ ഒരു പിടി എടുത്തത് അപ്പോൾ ഇതൊരു തെല്ലിനേരം ഒരു ഗಂಟೆ അങ്ങനെ നനച്ചിട്ടെങ്കിട്ടത് ഇങ്ങനെ കയ്യിൽ ഞങ്ങൾ ഒരു പിടി എടുത്തിട്ട് എത്ര നനച്ചിട്ടത് ഒരു ഗಂಟೆಲ್ಲ നനച്ചിട്ടിട്ട് അതിൽ പിന്നെ ഞങ്ങൾ ഇതൊന്ന് വേപ്പാട്ടി എടുക്കണം വേവുമ്പോൾ ഒരു ഹാഫ് കുക്ക് ആയെങ്കിൽ മതി അപ്പോൾ അതോടെ വേവ് വെച്ചറ ചുമ ഫുള്ളായിട്ട് വെന്തിട്ട് ഇങ്ങനെ കലങ്ങു തീരാം അതിൽ പിന്നെ ചിക്കൻ ആണ് 1 kg ഒരു ചിക്കൻ എടുത്തത് അത് 2 പീസാക്കി എടുത്തത് ഞാനിവിടെ അപ്പോൾ ഒരു ചിക്കൻ്റെ 4 പീസാക്കുക അതല്ലെങ്കിൽ 2 പീസാക്കി ഇങ്ങനെ കട്ടാക്കിring അങ്ങനെയൊക്കെ എങ്ങനെ ഞങ്ങൾ ഇഷ്ടമുണ്ടോ അങ്ങനെ ആക്കിയിട്ട് എടുക്കാം സ്കിന്നോട് കൂടെയുള്ള ചിക്കൻ വേണം അപ്പോൾ ചിക്കൻ ഇതിനെക്കാട്ടി എടുക്കണമെങ്കിൽ എടുക്കുക ഒരു 1.5 kg അങ്ങനെയെല്ലാം എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കുക അപ്പോൾ പിന്നെ നിങ്ങൾ ചിക്കൻ എടുക്കുമ്പോൾ വലിയ ചുമ തൂക്കമുള്ള ചിക്കൻ എടുക്കുക തീരാ എപ്പോഴും ചെറിയ ചിക്കനേ നല്ലതായിരിക്കും ഇങ്ങനത്തേക്കല്ല അപ്പോൾ അത് ഒടിക്കട്ടെ ഇനിയിപ്പോൾ നിങ്ങൾ പാത്രം വെച്ചിട്ട് ಅದಕ್ಕೆ നിങ്ങൾ ഓയിൽ ಬಿತ್ತಿ കൊടുക്കണം ನಾನಿപ്പോൾ ಸನ್ಫ್ಲವರ್ ಆಯಿಲ್ ಬಿತ್ತಿ ಕೊಡ್ತಾರೆ ಜೈತ್ ಆಯಿಲ್ ಹಾಕಿರಂಗೆ ಜೈತ್ ಆಯಿಲ್ ಹಾಕ ಅದಕ್ಕೆ നിങ്ങൾക്ക് ಕೆತ್ತೆ ಏಲಕ್ಕಿ ಲವಂಗ അതെല്ലാം ഇട്ട് കൊടുത്തത് അതിലൊട്ടിക്ക് വലിയ സൈസിലുള്ള ഒരു നീരുള്ളി പിന്നെ ഒരു കണ്ട വെല്ലുള്ളി ഫുള്ളായിട്ട് അതിങ്ങനെ കട്ടാക്കി ഇട്ട് കൊടുത്തത് ഒരു ഡ്രൈ ലെമനും ഒന്നോ രണ്ടോ ഇടാൻ ഇപ്പോൾ ഒന്ന് ഇട്ട് കൊടുത്തത് അപ്പോൾ ಇದಕ್ಕೆ ನಾನು ಆಯಿಲ್ ഇപ്പോൾ കണ്ടല്ലേ നിങ്ങൾ ತೆಲ್ಲು ಆಯಿಲ್ ಬಿತ್ತಿ ಕೊಡ್ತಾರೆ നിങ്ങൾ ಆಯಿಲ್ ಬಿತ್ತುമ്പോൾ ಇದಕ್ಕೆ ತೆಲ್ಲಿ ಯಾರ ಬಿತ್ತಿ ಹೆಂಗೈತೆ ಸೊ ನಾನು ತೆಲ್ಲಿ ಕುರುಡಿ ಹಾಕಿಟ್ಟೇ ಬಿತ್ತೀರ ನಂಗೆ ಇದಕ್ಕೆ ಬೇರೆ ಆಯಿಲಿಂದು ಬಿತ್ತಿಲ್ಲ അപ്പോൾ നിങ്ങൾ ಬಿತ್ತುമ്പോൾ ಇದಕ್ಕೆ ತೆಲ್ಲಿ ಯಾರ ಬಿತ್ತಾರೋ അപ്പോൾ ഇത് നീരുള്ളി അതെല്ലാം ഒന്ന് കായട്ടിതിൽ ചന്ത ഒന്ന് കാഞ്ഞിട്ട് വരട്ടെ അതിൽ പിന്നെ ഞങ്ങൾ എടുത്ത് വെച്ച ചിക്കനും ಇದಕ್ಕೆ ഇട്ടെങ്കൈತೆ അപ്പോൾ നീരുള്ളി വെല്ലുള്ളി അതെല്ലാം ഒന്ന് ഗോൾഡൻ കളർ ആയിട്ട് വരുമ്പോൾ ഞങ്ങൾ ಇದಕ್ಕೆ ചിക്കൻ ഇട്ടെങ്കൈತೆ ചിക്കൻ ഇട്ടിട്ട് ഒന്ന് അടിമിലാക്കിയിട്ട് ಇದಕ್ಕೆ തെല്ല് മസാല പൗഡറിൽ ഇട്ട് കൊടുക്കണം ചുമ മസാല പൗഡർ എന്തില്ല അറബിക്ക് റൈസ് ഞങ്ങൾ ചുമ മസാല പൗഡർ എന്തിടില്ല അങ്ങനെ ഇട്ടെങ്കിൽ നല്ലാവില്ല നിങ്ങൾ പെറാത്ത് ബിരിയാണി എല്ലാം ആക്കറില്ല അതുപോലെ മസാല പൗഡറിൽ ഇട്ടെങ്കിൽ നല്ലാവില്ല അപ്പോൾ ಇದಕ್ಕೆ തെല്ല് ലൈറ്റ് ആയിട്ടുള്ള ഇത് മസാല പൗഡർ അപ്പോൾ ചിക്കൻ ഇട്ടിട്ട് ഒന്ന് അടിവിലാക്കിയിട്ട് ಇದಕ್ಕೆ ഞങ്ങൾ തെല്ല് മഞ്ഞളുടെ പൊടി ഒരു 1/2 ടീസ്പൂൺ അത്ര മഞ്ഞളുടെ പൊടി അതേപോലെ ഒരു 3/4 ടീസ്പൂൺ അത്ര നല്ല മുളക് പൊടി പിന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകത്തെ പൊടി ഇത്ര ഇട്ടിട്ട് നല്ല ഒന്ന് അടിമലാക്കി എടുക്കുക പിന്നെ ಇದಕ್ಕೆ ನಾನು ഒരു ചിക്കൻ സ്റ്റോക്ക് ഇട്ട് കൊടുക്കുക ഒന്നോ രണ്ടോ ഇട്ട് കൊടുക്കുക പിന്നെ ഇത് ഇടില്ലെങ്കിൽ വലിയ ഇട്ടില്ലെങ്കിൽ വലിയ വിസല്ല ഉണ്ടെങ്കിൽ ഇട്ടെങ്കിൽ ഇടണോണ്ടേ ഇല്ല ഞാനിപ്പോൾ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് വേണമെങ്കിൽ നിങ്ങൾ അത് രണ്ടോ ഇട്ട് കൊടുക്കുക എല്ലാം അടിമലാക്കി ഞങ്ങൾ ಇದಕ್ಕೆ പിന്നെ തണ്ണി വിത്തി കൊടുക്കണം അത് ചൂട് തണ്ണി വിത്തില്ലെങ്കിൽ ചൂട് തന്നെയാവും അതല്ലെങ്കിൽ നോർമൽ തന്നെയാവും അപ്പോൾ തണ്ണി ഞങ്ങൾ ചിക്കൻ മുങ്ങിയിട്ട് നിൽക്കിടത്ര തണ്ണി വിത്തിട്ട് ഇതൊന്ന് വേപ്പാട്ടി എടുത്തെങ്കിട്ട് പിന്നെ ഞങ്ങൾ കൊറടി ഉണ്ണിക്കന്നെ പിന്നെ ഞങ്ങൾ ചോറ് വേണമെങ്കിൽ എക്സ്ട്രാ തണ്ണി വിത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഉപ്പിട്ട് കൊടുത്തിട്ട് ഉപ്പ് ഞങ്ങൾ ചിക്കൻ സ്റ്റോക്കിൽ ഉപ്പിക്കറല്ലേ ബാക്കി ഞങ്ങൾ എക്സ്ട്രാ ഉപ്പ് ഞങ്ങൾ വേനത്ര ഇട്ടെങ്കിട്ട് പിന്നെ ഒരു ഹാഫ് ലിംബം പുളിഞ്ഞ് കൊടുക്കുക പിന്നെ ಇದಕ್ಕೆ ഞങ്ങൾക്ക് മജ്ബൂസ് മസാല ഞങ്ങൾ കയ്യിൽ ഉണ്ണിക്കണ്ണി അത് വേണമെങ്കിൽ ഇടാം ഒരു 1/2 to 3/4 ടീസ്പൂൺ അത്ര അത് ഉണ്ടുണ്ടെങ്കിൽ അത് ഇടാം ഇല്ലെങ്കിൽ ഇങ്ങനെ വെക്കരുത് മൂടി വെച്ചിട്ട് ഇനിയിപ്പോൾ നല്ല ചിക്കൻ നല്ല വേവോട്ട് വെന്തിട്ട് വരണം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇങ്ങനെ ഇത് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കണം അപ്പോൾ നല്ല പായച്ച കൊണ്ടോ നല്ല ഒന്ന് വെന്തിട്ട് വരണം നല്ല കുക്കായിട്ട് വരണം അപ്പോൾ ഇതുകൂടെ വേവിട്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നശിക്കുന്ന പോലെ ഒന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കും ചിക്കന് അപ്പോൾ അതിനിടയ്ക്ക് ഇത് കടലവേല ഇവിടെ വെന്തിട്ട് വന്നിട്ട് എടുത്ത് വെച്ചിട്ട് ഇതുപോലെ കണ്ടല്ലേ ഇതുപോലെ ഒരു ഹാഫ് കുക്ക് ആയെങ്കിൽ ഫുള്ളായിട്ട് വെന്തിട്ട് ഇങ്ങനെ കലങ്ങോ തീരാം അപ്പോൾ ഇത് ഒരു സൈഡിലേക്ക് ഇട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ ഇതിൽ തെല്ല് ദ്രാക്ഷി വേണം അതും അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ ഒരു കയ്യിൽ ഇങ്ങനെ ഒരു പിടി എടുക്കറല്ലേ അങ്ങനെ ഒരു പിടി ദ്രാക്ഷി അപ്പോൾ ഈ ഒരു ദ്രാക്ഷി ഞങ്ങൾ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം എണ്ണയിൽ ഞങ്ങൾ സാധാരണ ഫ്രൈ ആക്കി എടുക്കറല്ലേ അതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ ഫ്രൈ ആക്കിയിടുന്നതാണ് ഇതിൽ കാട്ടിയിട്ടില്ല എല്ലാവർക്കും ഒന്നുമില്ല അപ്പോൾ അതൊന്ന് ഫ്രൈ ആക്കി എടുത്ത് വെച്ചെങ്കിൽ അതിൽ പിന്നെ അരി ഞാനിവിടെ ബസ്മതി അരി 4 കപ്പ് റൈസ് എടുക്കുക ഒരു kg ഇല്ല 4 കപ്പ് ചുരം തെൽക്കൂടി ഇട്ടിക്കുക ഒരു kg കാട്ടി അപ്പോൾ ഞാൻ എപ്പോൾ ചിന്ന പോലെ അരി എടുക്കുമ്പോൾ നല്ല അരി നോക്കി എടുത്തെങ്കിൽ അപ്പോൾ ഇത് ഫസ്റ്റ് ചന്ത കൽകി എടുത്തോളണം കൽകി എടുത്തിട്ട് ഞങ്ങൾ തണ്ണി വിത്തിട്ട് ഒരു 1/2 ಗಂಟೆ ഇത് ഞങ്ങൾ നനച്ച് വയ്ക്കണം അപ്പോൾ ഇതാ അവിടെ ദ്രാക്ഷി ഇതുപോലെ ഫ്രൈ ആക്കി എടുത്ത് വെച്ചിട്ട് അപ്പോൾ ഇതൊരു സൈഡിലേക്ക് ഇട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ ഒരു പാൻ വെച്ചിട്ട് ഞങ്ങൾ ഇതിക്ക് വലിയ ഒരു സൈസ് വലിയ സൈസുള്ള ഒരു നീരുള്ളി ഇതുപോലെ ഞങ്ങൾ ഇപ്പോൾ ഓംലെറ്റുകളെല്ലാം കട്ടാക്കറില്ല ചുമ പൊടിയായിട്ട് കട്ടാക്കണ്ട തെല്ല് വലിയ പോലെ കട്ടാക്കി ഇങ്ങോട്ട് ഇങ്ങനെ സ്ക്വയർ ആയിട്ട് കട്ടാക്കിയിട്ട് ചുമ വലുതും അല്ല ഇതുപോലെ കണ്ടല്ലേ ഇങ്ങനെ കട്ടാക്കി ഇതിക്ക് ഇപ്പോൾ എണ്ണ എന്ത് വിറ്റിട്ടില്ല കാലി പാനിക്ക് ഞാൻ ഇപ്പോൾ നീരുള്ളി ഇട്ട് കൊടുത്തത് അപ്പോൾ നീരുള്ളി ഇതിലൊന്ന് ഗോൾഡൻ കളർ ആക്കിയിട്ട് ഞങ്ങൾ എടുക്കണം അപ്പോൾ ഇത് നിങ്ങൾ എടുക്കുക ഇതിങ്ങനെ ഡ്രൈ ആവിടും ഇത് നീരുള്ളിയുടെ തണ്ണി ഒന്ന് ബത്തിട്ട് വരുമ്പോൾ ഡ്രൈ ആവിടും അപ്പോൾ ഡ്രൈ ആകുമ്പോൾ ഞങ്ങൾ ಇದಕ್ಕೆ തെല്ല് തണ്ണി വിത്തി കൊടുക്കണം അത് ഒരു സ്പൂൺ തണ്ണി വിത്തിട്ട് ഇത് ഞങ്ങൾ ചിന്ന പോലെ ഒരു ഗോൾഡൻ കളറായിട്ട് വണ്ട് കൊടുത്തോളൂ അതുപോലെ ഞങ്ങൾ ആക്കി എടുത്തിങ്ങിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചോളൂ തണ്ണി ഒന്ന് ഡ്രൈ ആയിട്ട് വരുമ്പോൾ ഞങ്ങൾ ಇದಕ್ಕೆ തെല്ല് ഇങ്ങനെ തെല്ല് തണ്ണി വിത്തി ഇങ്ങോട്ട് എണ്ണ എന്ത് വിത്തണ്ട ചുമ തണ്ണി ഉറക്കമേ വീത്തവും തീരാ അപ്പോൾ ഇതുപോലെ ഈ ഒരു കളറായിട്ട് വരണം ഗോൾഡൻ കളറായിട്ട് വരണം ഇനിയിപ്പോൾ ഞങ്ങൾ എടുത്ത് വെച്ച ഫ്രൈ ആക്കി വെച്ച ഇതുണ്ടല്ലേ ദ്രാക്ഷി പിന്നെ അതുപോലെ
കുക്കാക്കി വെച്ച് കടലബേല അതെല്ലാം ഇട്ട് കൊടുക്കുക. കടലബേല ഒരു തെല്ല് ബാക്കി വെച്ചിട്ട് ബാക്കിയെല്ലാം ഇട്ട് കൊടുത്താൽ ഇത്ര മയാവും. അപ്പോൾ ഈ കടലബേല ഇട്ടിട്ട് ഒന്ന് ഒപ്പസ് ഒരു 2-3 മിനിറ്റ് നല്ല ഒന്ന് ഇതേപോലെ ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്നിങ്ങനെ അടിമേലാക്കി എടുക്കണം. തെല്ല് കടലബേല ബാക്കിയേറ് അത്ര മയാവും. അതിൽ പിന്നെ ഇതിക്ക് തെല്ല് ഉപ്പും അതേപോലെ തെല്ല് ഓയിൽ പിന്നെ അങ്ങ് തെല്ല് മഞ്ഞളുടെ പൊടി ഇത്ര ഇട്ട് കൊടുക്കണം. ഇട്ടിട്ട് നല്ല ഒപ്പസ് വെച്ചെന്ന് പോലെ ഒരു 2-3 മിനിറ്റ് നിന്ന് അടിമേലാക്കിയിട്ട് എടുക്കണം നിങ്ങൾക്ക്. പിന്നെ ಇದಕ್ಕೆ ನಂಗೆ ಜೈತ್ ഓയിൽ യൂസ് ആക്കണമെങ്കിൽ അങ്ങനെ അത് യൂസ് ആക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിൽ യൂസ് ആക്കിയത് ഏതും ആവും. അപ്പോൾ ഇതുപോലെ ആയിട്ട് വന്നിട്ട് കണ്ടില്ലേ, ഇതൊരു പ്ലേറ്റ് ഇട്ട് വെക്കാതെ ഇതുപോലെ ഇത് റെഡി ആയിത്തൂടെ ഇതൊരു സൈഡിലേക്കിട്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ ചിക്കൻ ഇവിടെ നല്ല വെന്തിട്ട് വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ മിക്സ് ആക്കിയിട്ട് കൊടുത്ത് അടിമേലാക്കിയിട്ട് കൊടുത്തിടുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ചിക്കൻ ഞങ്ങൾക്ക് എടുത്ത് വയ്ക്കാം. ഇപ്പോൾ ചിക്കൻ എടുത്ത് വെച്ചിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ ആ ഒരു ചിക്കൻ സ്റ്റോക്ക് ഉണ്ടല്ലേ തന്നെ ഉണ്ടല്ലേ, ഇതൊന്നും ഞങ്ങൾ അരിപ്പയിൽ അരച്ചിട്ട് എടുക്കണം. അതിൽ ആ നീരുള്ളി പിന്നെ വെല്ലുള്ളി അതെല്ലാം ഉണ്ടല്ലേ അതെല്ലാം പോകണം. ഇലുമ്പ ഒന്നങ്ങ് ഫസ്റ്റ് എടുത്ത് വെക്കുക. ബാക്കി ഞങ്ങൾ ഇതുപോലെ ഒന്ന് നല്ല ഒന്നിങ്ങനെ ഒന്ന് ഇതാക്കി കൊടുക്കണം, ചന്ത മിക്സ് ആക്കിയിട്ട്. അപ്പോൾ ഇത് വേണ്ട, ഇത് ഇപ്പം നീരുള്ളി പിന്നെ ഇതെല്ലാം ഉണ്ടല്ലേ അതെല്ലാം വേണ്ട. അത് ഞങ്ങൾ എടുക്കുക കാലി ഒരു ചിക്കൻ സ്റ്റോക്ക്. അപ്പോൾ ഇതിൽ ഞങ്ങൾ എത്ര തണ്ണി ഉണ്ടോ നോക്കണം. അപ്പോൾ ഒരു കപ്പ് അരിക്ക് 1.5 കപ്പ് ഇടപോലെ അവ തണ്ണി. അപ്പോൾ ഞങ്ങൾ ഈ ഒരു ചിക്കൻ സ്റ്റോക്ക് എത്ര ഉണ്ടോ ബാക്കി ഞങ്ങൾ നോർമൽ തണ്ണി വെച്ചിട്ട് കറക്റ്റാക്കി കൊടുത്തെങ്കിൽ ഒരു കപ്പ് അരിക്ക് 1.5 കപ്പ് ഇടപോലെ തണ്ണി. അങ്ങനെ അതിൽ പിന്നെ ഇതാ ഒരു പാത്രം വെച്ചിട്ട് ഞങ്ങൾക്ക് ഓയിൽ വിത്തി കൊടുക്കണം. ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ಅದಕ್ಕೆ ഞങ്ങൾ നനച്ച് വെച്ച അരി ഉണ്ടല്ലേ അരി വിട്ടിട്ട് തെല്ലിനേരം ഒരു 3-4 മിനിറ്റ് ഈ ഒരു അരി ഇതിൽ ചന്ത ഇങ്ങനെ വറുത്തെടുക്കറല്ലേ അതുപോലെ ചുമ വറുക്കിടല്ല, ഒരു 3-4 മിനിറ്റ് ഒന്ന് ചന്ത അടിമേലാക്കി എടുത്തെങ്കൈತೆ ഇതിൽ. അപ്പോൾ இதுக்கு தண்ணி நாங்கள் 4 கப் அரிக்கு 6 கப் போல் தண்ணி வேணும். பின்ன நீங்கள் இப்போ ஒரு கிளாஸில் ஏது கிளாஸில் அரி இருக்கிறாரு அதே கிளாஸில் 1-1.5 போல் தண்ணி விற்றிங்கிட்டு. അപ്പോൾ ചിക്കൻ അരിയെല്ലാം വറുത്തിട്ടായിട്ട് ഞങ്ങൾ ബാക്കി തണ്ണി ചിക്കൻ തണ്ണി എടുത്ത് സ്റ്റോക്ക് എടുത്ത് വെച്ചിട്ടല്ലേ ಅದಕ್ಕೆ ബാക്കി തണ്ണി വിത്തിട്ട് കറക്റ്റാക്കി കൊടുത്തರೆ അതെല്ലാം വിത്തി കൊടുത്തರೆ ടേസ്റ്റ് വേണം അത്ര ഉപ്പ് ഇട്ട് കൊടുക്കണം. പിന്നെ ഹാഫ് ലിംബെ അതും പൊളിഞ്ഞ് കൊടുത്തರೆ മൂടി വെച്ചിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചുള്ളൂ. തണ്ണി ഒന്ന് ബത്തിട്ട് വരണം ಬೇಗಮೇ ಅವಡು ನೋಡ್ಕೊಳ್ಳೋ. ಅದರಡಿಕ್ಕೆ ನಂಗೆ ഒരു ബൗൾ എടുത്തിട്ട് ಅದಕ್ಕೆ ನಂಗೆ ತೆಲ್ಲು നല്ല മുളക് പൊടി അതേപോലെ ನಂಗೆ ತೆಲ್ಲು ജീരക പൊടി പിന്നെ ತೆಲ್ಲು ലെമൺ ജ്യൂസ് ഉപ്പ് പിന്നെ ತೆಲ್ಲು ഓയിൽ അതേപോലെ ತೆಲ್ಲು ഇത് സാഫ്രോൺ കളർ. അത് സാഫ്രോൺ ತೆಲ್ಲು ഓയിലെല്ലാം വിത്തി കൊടുക്കണം. സാഫ്രോൺ കളർ നിങ്ങൾ സാഫ്രോൺ ഉണ്ടെങ്കിൽ അത് ತೆಲ್ಲು ചൂട് തന്നെ നനച്ചിട്ട് അതിൽ തന്നെ വിത്തി കൊടുക്കണം. ഞാനിപ്പോൾ സാഫ്രോൺ കളർ ഇട്ട് കൊടുക്കണം ತೆಲ್ಲು. അപ്പോൾ ഇതെല്ലാം ഒന്ന് നല്ല മിക്സ് ആക്കി ഞങ്ങൾ ഇത് ചിക്കൻ്റെ മേൽക്ക് ഞങ്ങൾ ഇങ്ങനെ ഇത് തോത്തുകയാനായിട്ട്. അപ്പോൾ ഇതൊന്നും ഞങ്ങൾ റെഡിയാക്കി വയ്ക്കുക. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് ഇട്ട് അപ്പോൾ അതിനിടയ്ക്ക് ഞങ്ങളുടെ ഇവിടെ ഇത് ചോറ് തണ്ണി ഒന്നും ഇങ്ങനെ ആറിയോണ്ട് വന്നിട്ട് കണ്ടില്ലേ ചുമ ആരോഗ്യ തീരാ ഇതുപോലെ കണ്ടില്ലേ. ഇതിലിപ്പോൾ നിങ്ങൾ എത്ര തണ്ണി ഉണ്ട് കണ്ടില്ലേ ഇതുപോലെ ആയിട്ട് വരുമ്പോഴത്തേക്ക് ഞങ്ങൾ ഇത് ചന്ത അടിമേലാക്കിയിട്ട് നല്ല അടിമേലാക്കിയിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ റെഡിയാക്കി വെച്ച ഒരു ഞങ്ങൾ ഇത് കടലബേല അതെല്ലാം റെഡിയാക്കി വെച്ചാലേ അത് ഞങ്ങൾ ഇതിൻ്റെ മേലെ വെച്ച് ഇട്ട് കൊടുക്കണം. ഇട്ടിട്ട് ഞങ്ങൾ ചെറിയ തീയിൽ വെക്കണം. ഈ ടൈമിൽ തന്നെ ഇതുപോലെ വത്തി വരണം. ചുമ ഡ്രൈ ആവുക തീരാ ഇങ്ങനെ ആയിട്ട് വരുമ്പോൾ ഞങ്ങൾ ആ നീരുള്ളി പിന്നെ അതെല്ലാം വറുത്ത് വെച്ചാലേ അതെല്ലാം ഞങ്ങൾ ഇതുപോലെ ഒരു സൈഡിൽ ഇട്ടിട്ട് പിന്നെ അതെല്ലാം സാഫ്രോൺ കളറും ഞങ്ങൾക്ക് ഇതിൻ്റെ മേൽക്ക് റൈസിൻ്റെ മേൽക്ക് ഇതുപോലെ തെല്ല് ഒരു സൈഡിൽ അതും ആക്കി കൊടുക്കുക. ആക്കിയിട്ട് ഇതിൻ്റെ മേൽക്കെല്ലാം തെല്ലിങ്ങനെ ആക്കിയിട്ട് മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ ഞങ്ങൾ ഇത് 1/2 ಗಂಟೆ ಬೇಯ್ക്കണം. ഇത് ಇದಕ್ಕೂ അങ്ങനെ സാഫ്രോണിൻ്റെ തണ്ണി ഉണ്ടെങ്കിൽ നനച്ചിട്ട് തണ്ണി ഉണ്ടെങ്കിൽ അതേ ഞങ്ങൾ വിറ്റിങ്ങിട്ട് ഇല്ലെങ്കിൽ മാത്രമേ കളർ വിറ്റിങ്ങിട്ട് പിന്നെ ഞങ്ങൾക്ക് ഇത് റോസ് വാട്ടർ ഉണ്ടെങ്കിൽ അത് തെല്ല് വിറ്റി കൊടുക്കുറോ. അപ്പോൾ മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ 1/2 ಗಂಟೆ ഉടിക്കട്ടെ. അപ്പോൾ അതിനിടയ്ക്ക് ഞങ്ങൾ ചിക്കൻ ഉണ്ടല്ലേ ചിക്കൻ ഞങ്ങൾ റെഡിയാക്കി വെച്ച ഒരു മിക്സ് ഉണ്ടല്ലോ ഓയിൽ അതെല്ലാം അത് മിക്സ് ആക്കി വെച്ചിട്ടല്ലേ അത് ഇതിൻ്റെ മേൽക്ക് തോത്തിട്ട് ഇതൊന്നും ഞാനിപ്പോൾ ഓവനിൽ വെച്ചെടുക്കുക. ഇനിയിപ്പോൾ ഓവൻ ഇല്ലെങ്കിൽ ഞങ്ങൾ പാനിൽ വെച്ചിട്ട് പാനിൽ തെല്ല് ഓയിൽ വീത്തിട്ട് ഈ ചിക്കൻ ഒന്ന് തിരിച്ച് മറിച്ചിട്ട് എടുത്തെങ്കിട്ട് പക്ഷേ ഇതിൻ്റെ മേലൊന്ന് ഗോൾഡൻ കളറായിട്ട് പണ്ടല്ലേ അതുപോലെ ആക്കി എടുത്തെങ്കിട്ട് ചുമ ഡ്രൈ ആക്കണ്ട. അത് ഞാൻ ಇದಕ್ಕೆ മുന്നിലെല്ലാം മഞ്ജുബൂസ് വീഡിയോയിലെല്ലാം കാട്ടിട്ടതാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഒന്ന് ഓവനിൽ വെച്ചിട്ട് ഒന്ന് ഇതിൻ്റെ മേലെ ഒന്ന് ഗോൾഡൻ കളർ ഇട്ടിട്ട് എടുക്കണതാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഞങ്ങൾ ಇದಕ್ಕೆ ಬೇನಾയ ദക്കൂസ് ഒന്ന് ഞങ്ങൾ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ಇದಕ್ಕೆ നല്ല പഴുത്ത ടൊമാറ്റോ നോക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ 3 ടൊമാറ്റോ എടുത്താൽ പിന്നെ തെല്ല് വെല്ലുള്ളി പച്ചമുളക് ഇത്ര ബാക്കി ഞാൻ ചൊല്ലുടെ എന്തെല്ലാം വേനുണ്ട്. അപ്പോൾ ഇതൊന്നങ്ങ് എല്ലാം ഒന്ന് അരച്ചെടുക്കണം. വെല്ലുള്ളി ഇതിപ്പോൾ ഞാൻ ഒരു 3 അരി വെല്ലുള്ളി മാത്രമേ ഇതിക്കിട്ടേ ബാക്കി ഞങ്ങൾ കട്ടാക്കി ഇടും വേനായിട്ട്. അപ്പോൾ ഇത് ദക്കൂസെല്ലാം എത്ര വേണോ ಅದಕ್ಕೆ ಬೇನಾത്ര നിങ്ങൾ ടൊമാറ്റോ അതെല്ലാം എടുത്തെങ്കിട്ട് അപ്പോൾ എല്ലാം കട്ടാക്കിയിട്ട് മിക്സി ജാറിക്കിട്ട് കൊടുത്തു. പിന്നെ ഞങ്ങളുടെ കയ്യിൽ ടൊമാറ്റോ പേസ്റ്റ് ഉണ്ടെങ്കിൽ അതൊരു 2 ടേബിൾ സ്പൂൺ അത്ര അത് ഇട്ട് കൊടുക്കുറോ. അപ്പോൾ ഇല്ലെങ്കിൽ ടൊമാറ്റോ മീൻ ഞങ്ങൾ ಯಾರು ഇട്ടെങ്കിട്ട് പിന്നെ ಇದಕ್ಕೆ ഒരു 1/2 ടീസ്പൂൺ അത്ര കാശ്മീരി മുളക് പൊടി പിന്നെ പുളിക്ക് വേനായിട്ട് തെല്ല് സുർക്കമ അതല്ലെങ്കിൽ ലെമൺ ജ്യൂസ് ഏതോ അതിട്ട് ഇതെല്ലാം നല്ല ഒന്ന് ഇതുപോലെ ഒന്ന് ബ്ലെൻഡ് ആക്കി എടുക്കണം. ഇനിയിപ്പോൾ ഞങ്ങൾ ഒരു പാത്രം വെച്ചിട്ട് തെല്ല് ഓയിൽ വീത്തിട്ട് ಅದಕ್ಕೆ ഞങ്ങൾ ചെറിയൊരു നീരുള്ളി പിന്നെ തെല്ല് വെല്ലുള്ളി പച്ചമുളക് ഇതെല്ലാം ഒന്ന് അതിലൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഫ്രൈ ആക്കി പിന്നെ ഞങ്ങൾ ഇപ്പോൾ അരച്ചെടുത്ത ടൊമാറ്റോ പ്യൂർ ഉണ്ടല്ലേ അതും ഞങ്ങൾ ಇದಕ್ಕೆ വീത്തി കൊടുക്കുക. പിന്നെ ಇದಕ್ಕೆ ഞങ്ങൾ വെല്ലുള്ളി ഇതിനെക്കാട്ടി 6 ഇടുമെങ്കിൽ നല്ലമേ വെല്ലുള്ളി 6 ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും.
അപ്പോൾ ഇത് ടൊമാറ്റോ അതെല്ലാം അരച്ച് ಬಿತ್ತಿ കൊടുത്തರೆ മിക്സി ജാർ കലക്കിയിട്ട് തെൽ തണ്ണി ಬಿತ್ತಿ കൊടുക്കണം ചുമ്മത്തേൽ ഉപ്പാക്കണ്ട പിന്നെ അതേപോലെ ചുമ്മ കട്ടിയിലും വേണ്ട ഇത് പിന്നെ ടേസ്റ്റ് വേണം എത്ര ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ ഇത് നല്ല പയച്ചിട്ട് വരണം നല്ല പയപ്പാണ് ജസ്റ്റ് പയച്ചിട്ടുണ്ടെങ്കിൽ അപ്പമേ ഓഫ് ആക്കറല്ല നല്ല പയച്ചിട്ട് വരണം ഇല്ലേ പയച്ചിട്ടില്ല എനിക്കുണ്ടെങ്കിൽ അതിങ്ങനെ പച്ചമണക്കറ ടൊമാറ്റോ എല്ലാം നല്ല വെന്തിട്ട് വരണം നല്ല കുക്കായിട്ട് വരണം അപ്പമേ നല്ലൊരു കളറും കിട്ടും നല്ല റെഡ് കളറും ഉണ്ട് പിന്നെ അതേപോലെ നല്ല ടേസ്റ്റ് അവർ ദക്കൂസിന് ടേസ്റ്റ് കിട്ടുന്നുണ്ട് ഇത് നല്ല പയക്കൊണ്ട് തിന്നാറ അത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല പയപ്പാട്ടി എടുത്തിങ്ങായിട്ട് അപ്പോൾ ഇത് നല്ല പയച്ചിട്ട് വന്നിട്ട് ഇത് പൈത്തോണ്ട് നിങ്ങൾ ദക്കൂസൂടെ റെഡി ആയിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ ചോറ് ഇത് 1/2 ಗಂಟೆ ಎಲ್ಲ ആയിരൂടെ ഓഫാക്കി വെച്ചിട്ട് പിന്നെ അതൊരു മൂടില്ലെങ്കിൽ ഹോളിക്കറല്ലേ അതൊന്ന് ടേപ്പ് വെച്ചിട്ട് ഒന്ന് ബന്ധാക്കി ഇത് കവറാക്കി കൊടുത്തರೆ ഇനിയിപ്പോൾ ആ ചോറിനങ്ങ് സൈഡിಗಿಟ್ಟೆ ದ್ರಾಕ್ಷಿ പിന്നെ അതെല്ലാം ഉണ്ടല്ലേ കടലവേല അതെല്ലാം ഇങ്ങനെ എടുക്കുക എല്ലാം എടുക്കൊണ്ടില്ല തെല്ല് അതിൽ എന്തെങ്കിലും വിലവിച്ചത് അതെല്ലാം ബാക്കിയെല്ലാം ഞങ്ങൾ എടുക്കുക പിന്നെ ആ ഒരു ചോറ് ഞങ്ങൾ ഇത് സാഫ്രോൻ ഇട്ട ആ ഒരു ചോറുണ്ടല്ലേ അതും കൊറിയ ഞങ്ങൾ എടുത്ത് വെക്കണം ഇത് ഞങ്ങൾ മേൽ ഇങ്ങനെ സെർവ് ആക്കുമ്പോൾ അതിൽ മേൽಗಿಡೋ വേണ്ടിയിട്ട് അത് കാട്ടുന്നതാണ് ഇങ്ങനെ സെർവ് ആക്കൊണ്ട് പിന്നെ ഞങ്ങൾ ഒന്ന് മിക്സ് ആക്കി എടുത്തിങ്ങത്ത് അപ്പോൾ ചോറ് കണ്ടല്ലേ എങ്ങനെ ഉണ്ടുണ്ട് ചോറ് ಬೆಂದಿട്ട് ഇങ്ങനെ മുദ്ദ അവിടെ അങ്ങനെ എന്തില്ല ಎಲ್ಲ ചോറ് ഇതുപോലെ ഇങ്ങനെ ಬೇರೆ ಬೇರೆ ನಿಕ್ಕೊಂಡು ഞങ്ങൾ ഏത് മജ്ബൂസ എങ്ങും മന്തി എങ്ങും ഞങ്ങൾ ആക്കുമ്പോൾ ചോറ് ಬೆಂದು എങ്ങനല്ലാവില്ല ചോറെല്ലാം ഇങ്ങനെ ಬೇರೆ ಬೇರೆ നിൽക്കണം ഇനിയിപ്പോൾ ഞങ്ങൾ ഒരു പാത്രത്തിൽ ഇത് ഞങ്ങൾ സെർവ് ആക്കുക അപ്പോൾ ഈ ചോറിനങ്ങ് ഇങ്ങനെ സെർവ് ആക്കുമ്പോൾ ഇതുപോലെ വലിയ അകാലത്തെ പ്ലേറ്റിൽ ഇതുപോലെ ഇട്ടങ്ങായിട്ട് പിന്നെ ഞങ്ങൾ ചോറെല്ലാം ഇട്ടിട്ട് അതിರ മേലിಗೆ ഞങ്ങൾ ആ ഒരു ദ്രാക്ഷി പിന്നെ കടലಬೇಳೆ അതെല്ലാം ഉണ്ടല്ലേ അതും ഞങ്ങൾ ഇതിರ മേലിಗೆ ഇങ്ങനെ ഇട്ട് കൊടുക്കണം പിന്നെ ಅವರು ഇത് സാഫ്രോൻ്റെ ഇത് ചോറും അങ്ങനെ അതും ഇതിರ മേലിಗೆ ഇങ്ങനെ ഇട്ടിട്ട് ಮೇಲೆ ಚಿಕನ್ വെച്ചിങ്ങത്ത് അപ്പോൾ ചിക്കൻ ഇതാ ഇതുപോലെ ആക്കി എടുത്തറ ഓവനിൽ വെച്ചിട്ട് ഇതുപോലെ ആക്കി എടുത്തറ അപ്പോൾ ഇനിയിപ്പോൾ ആ ഒരു ലിമ്പ് ഞങ്ങൾ ഇതിക്ക് വെച്ച് കൊടുക്കുക അപ്പോൾ നോക്കിയാറല്ലേ ഹിണ്ടത്തിന് അങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ചിക്കൻ മജ്ബൂസ് ഇവിടെ റെഡിയാക്കി എടുത്തറ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചോറായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മജ്ബൂസ് അപ്പോൾ മജ്ബൂസ് പിന്നെ അതേപോലെ കുറേ അറബിക് ടൈപ്പുള്ള അറബിക് റൈസ് എല്ലാം ಇದಕ್ಕೆ ಮುನ್ನೆಲ್ಲ ವೀಡಿಯೋ ಇಟ್ಟರೆ ನಾನು ಅದು ಬೇನುಂಟಾಯಿ ನೋಕರು ಅದರ ಲಿಂಕಲ್ಲಿ ನಾನು ಕೀழே ಡಿಸ್ಕ್ರಿಪ್ಷನಿൽ കൊടുക്കുറേ ನಾನು ಅದು ಬೇನೆಗೆ നോക്കൂ അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ആക്കി നോക്കൂ എനിക്ക് എല്ലാവർക്കും ഇഷ്ടവും നല്ല ടേസ്റ്റ് ആയിട്ടിക്കറ് അപ്പോൾ ഇത് പെരുന്നാൾക്ക് ആക്കുക അതേപോലെ അതല്ലെങ്കിൽ നോമ്പിലെല്ലാം ആക്കറിങ്ങ അതും ആക്കുക പെരുന്നാൾക്കെല്ലാം നിങ്ങൾ ട്രൈ ആക്കി നോക്കൂ എനിക്ക് എല്ലാവർക്കും ഇഷ്ടവും അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കേൾക്കൂ അപ്പോൾ നോക്കിയാറല്ലേ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരം പേരിക്കരെ അപ്പോൾ ഇത് ഈ ഒരു ചോറ് നിങ്ങൾക്ക് എത്ര ഉണ്ടെങ്കിൽ മടുപ്പ് വേണ്ടില്ല നിങ്ങൾ ഇപ്പോൾ മസാല ഇട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ബിരിയാണി എല്ലാം നിങ്ങൾ തില്ലുണ്ടുമ്പോൾ ഒരു മടുപ്പ് വേണ്ടല്ലേ ഇതങ്ങനല്ല ഇത് ഞങ്ങൾ ഇങ്ങനത്തെ അറബിക് റൈസ് ചെയ്തായെങ്കിൽ ഞങ്ങൾക്ക് ചുമ മസാല അങ്ങനത്തെ തിന്നിട്ടില്ലല്ലേ ഞങ്ങൾ പിന്നെ ഭയത്തേക്ക് എന്ത് പ്രശ്നം വയ്ക്കില്ല നിങ്ങൾ എത്ര ഉണ്ടെങ്കിലും പിന്നെ ഇങ്ങനെ ഉണ്ണാണ്ടാവും ഒരു മടുപ്പ് വേണ്ടില്ല അങ്ങനത്തെ ചോറായിട്ടിക്കറ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ആക്കി നോക്കൂ എനിക്ക് എല്ലാവർക്കും ഇഷ്ടം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരം പേരിക്കരെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആക്കൂ കമൻറ്റ് ആക്കൂ അതേപോലെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് ಎಲ್ಲರಿಗೂ വീഡിയോ ഒന്ന് ഷെയർ ആക്കിയിട്ട് കൊടുക്കൂ ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ഫസ്റ്റ് ആയിട്ട് കണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ആക്കാൻ മറക്കണ്ട ഇൻഷാ അല്ലാ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അസ്സലാമു അലൈക്കും